നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പാലക്കാട് 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. കണ്ടുനിന്ന 12 പേർ ഹൃദയാഘാതം മൂലം തൽക്ഷണം മരിച്ചു. ടിപ്പർ ലോറികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെന്ന് ഗതാഗത മന്ത്രി അഭിപ്രായപ്പെട്ടു. ഡോക്ടർമാരുടെ സമരം 12ാം ദിവസത്തിലേക്ക്. ഡോക്ടർമാരുടെ സാമ്പത്തിക നില ഉയരുന്നു. എൻഡോസൾഫാൻ നിരോധിച്ചതിന് ക്ഷുദ്രജീവികൾ മുഖ്യമന്ത്രിയെ നന്ദി അറിയിച്ചു. കേരളത്തിൽ സാധാരണ തിരുവോണത്തിന് എത്താറുള്ള മഹാബലി ഇന്ന് വളരെ നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. ഇനി പാതാളത്തിലേക്കൊരു തിരിച്ചുപോക്കില്ലെന്നും ഇനിയുള്ള കാലം കേരളത്തിൽ തന്നെ തുടരുമെന്നും മഹാബലി ഒരു പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളിലേക്ക്. ഇനിയുള്ള കാലം മുഴുവൻ കേരളത്തിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അങ്ങാണോ ഇനി കേരളം ഭരിക്കാൻ പോകുന്നത്? നമ്മുടെ പ്രജകൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നോം കേരളം ഭരിച്ചാൽ നമുക്ക് ഒരു ദിവസത്തെ ആയുസേ ഉണ്ടായിരിക്കൂ. ഒരു ജാഥയല്ലേ വരുന്നത്? മദ്യവിരുദ്ധ ജാഥ. ആഹാ. ഇതെന്തിനു വേണ്ടിയുള്ള ജാഥയാണ്? അറിയില്ല. വൈകുന്നേരം ഒരു പൈന്റോ? ആഹാ. തന്നേ തീരൂ, തന്നേ തീരൂ, മദ്യം ഞങ്ങൾക്ക് തന്നേ തീരൂ, തന്നേ തീരൂ, തന്നേ തീരൂ, മദ്യ അനുകൂല മദ്യം ഞങ്ങൾക്ക് തന്നേ തീരൂ, മദ്യവിരുദ്ധം, മദ്യ അനുകൂലം. തന്നേ തീരൂ, തന്നേ തീരൂ, കേരളത്തിലെ ജനങ്ങൾ മദ്യം ഞങ്ങൾക്ക് തന്നേ തീരൂ. ഇങ്ങനെയും ജാഥ നടത്തുന്നുണ്ടോ? മദ്യം ഞങ്ങൾക്ക് തന്നേ തീരൂ. ഇതിന്റെ കൂടെ കുടിക്കോ? വൈകുന്നേരം 2 അടിക്കാം. വാ മാവേലി, വാ. നടക്കടാ അങ്ങോട്ടെ. വെറുതെ പോലീസുകാർക്ക് പണിയുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. പോലീസുകാരാ, ഇതെന്താണ് മുഖം കാണിക്കാതെ നടത്തിക്കൊണ്ടുപോകുന്ന ജാഥ? അയ്യോ, ഇത് ജാഥയല്ല, ഏറ്റവും പുതിയ പെൺവാണിഭ കേസിലെ പ്രതികളാ. ഇവരെന്താ നടത്തിക്കൊണ്ടുപോകുന്നത്? എത്രയെന്ന് വെച്ചിട്ടാ വണ്ടിയിൽ കൊണ്ടുപോകുന്നത്? ഓരോ ദിവസവും പ്രതികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവരെല്ലാം പ്രതികളാണോ? എല്ലാ ജില്ലയും കവർ ചെയ്യണ്ടേ? ഇപ്പൊ തന്നെ പ്രതികളുടെ എണ്ണം 150 കഴിഞ്ഞു. നിക്കടാ അവിടെ. അയ്യോ, എന്താ ഈ കാണിക്കുന്നത്? എന്നെ വലിക്കല്ലേ. അയ്യോ എന്റെ കിരീടം. അയ്യോ, നിങ്ങളൊക്കെ ആരാ? എന്താ ഈ കാണിക്കുന്നത്? മൈ ഡിയർ ഫ്രണ്ട്സ്, എന്റെ ഭർത്താവിന്റെ നൃത്തം നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. നാളെ ഇതുപോലെ നിങ്ങളുടെ ഭർത്താക്കന്മാരും ഇവിടെ നൃത്തം ചെയ്യണം. അതിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്റെ ഭർത്താവ് റിയാലിറ്റി ഷോയിൽ ഡാൻസ് കളിച്ച് ഫ്ലാറ്റ് വാങ്ങിച്ച ആളാ. എന്നിട്ടാണോ നിങ്ങൾ ഇപ്പോഴും കടത്തന്നെ കിടക്കുന്നത്? അത് പിന്നെ ആ ഫ്ലാറ്റിന്റെ ടാക്സ് അടച്ചു കഴിഞ്ഞപ്പോ കടം തീർക്കാൻ വേണ്ടി ഫ്ലാറ്റ് വിറ്റു. ദൈവമേ, പിന്നെ വീണ്. ഇതും കൂടി ചേർത്ത് 102ാമത്തെ പ്രാവശ്യമാ വീഴുന്നത്. സോറി, അത് പിന്നെ ഈ കൊള്ളത്തലമാരൊക്കെ വരുമ്പോ ഒരു എഫക്റ്റിന് വേണ്ടി കറങ്ങി വന്നതാ. ശരിക്കും കറങ്ങുന്നത് ഞങ്ങളാ. കാശ് എത്ര വേണമെന്ന് വെച്ചാ ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കാൻ. ഹലോ, അടി നിർത്തിയോ? അയ്യടാ, അഴിച്ചു വിട ഈ നാശത്തിന്. അയ്യോ, എന്തിനാ നമ്മുടെ കണ്ണ് കെട്ടിയത്? ആരാ നിങ്ങളൊക്കെ? അയ്യോ, നിങ്ങളൊക്കെ ആരാ? അയ്യോ, ജയ് ചിഞ്ചു, ജയ് ചിഞ്ചു. മാഡം, കടകൾക്ക് മുമ്പിൽ മഹാബലിയുടെ വേഷം കെട്ടി നിന്ന് പരസ്യം ചെയ്യാമെന്നും പറഞ്ഞ് നമ്മളെ കബളിപ്പിച്ച് മുങ്ങിക്കളഞ്ഞവനാണ് ഇവൻ. നാരികളെ. നാരികളോ? തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. നാരികളെ എന്നാൽ സ്ത്രീകളെ, നിങ്ങൾ എന്താണ് ഈ പുലമ്പുന്നത്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. നാം യഥാർത്ഥത്തിൽ മഹാബലിയാണ്. ഒരു പാവപ്പെട്ട ഹോട്ടൽ ഉടമയായ സുഗുണം മുതലാളിയുടെ ഹോട്ടലിന്റെ മുമ്പിൽ മാവേലിയുടെ വേഷം കെട്ടി നിക്കാന്നും പറഞ്ഞ് 1 ലക്ഷം രൂപ എണ്ണി വാങ്ങിയിട്ട് പാലക്കാട് നിന്ന് മുങ്ങിട്ട് നീ ഇവിടെയല്ലടാ പൊങ്ങുന്നത്. എടോ, തനിക്കറിയില്ല ഈ അനുഗ്രഹ അയൽക്കൂട്ടം ലേഡീസ് കൊട്ടേഷൻ ടീമിന് കടക്കാരൻ ഞങ്ങളെ കൊട്ടേഷൻ ഏൽപ്പിച്ച് 10 മിനിറ്റിനുള്ളിൽ പൊക്കിയില്ലേ? അതാണ് അനുഗ്രഹ അയൽക്കൂട്ടം ലേഡീസ് കൊട്ടേഷൻ ടീം. ഭഗവാനെ, വീടിന് വിളക്കായി തെളിയേണ്ട സ്ത്രീജനങ്ങൾക്ക് ഇതെന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. താ മര്യാദക്ക് ഹോട്ടൽ ഉടമയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ എണ്ണി വാങ്ങിച്ചില്ലേ? ആ പലിശ കൂടെ കൂട്ടി കൊടുക്കടാ കൊടവേറ.
നാം ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല. ആ, ഇവനോടൊന്നും മര്യാദക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല. കെട്ടടി ഇവനെ. ഞാനൊന്ന് കെട്ടിയതാ. അതില് 2 പിള്ളേരുണ്ട്. അത് ഞാനോട് ചോദിക്കാതെ അയ്യടാ, ഇവളുടെ ഒരു പൂതി. ഇതിനെ പിടിച്ച് തൂണി കെട്ടാനടി പറഞ്ഞത്. ഇങ്ങോട്ട് കെട്ടടി അങ്ങോട്ട്. അയ്യോ അയ്യോ അയ്യോ. എവിടെയാടാ കൊണ്ടുപോകണം? ഇതെന്താ മാവേലിമാരുടെ സംസ്ഥാന സമ്മേളനം? അല്ല, ഇതിനി ഇവൻ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? അല്ലാതെ വേറെ ആരെങ്കിലും അന്വേഷിച്ചു വരുവോ? ആ, ഓഹോ, അപ്പോ സത്യത്തിൽ താൻ ആരാ? നാം പറഞ്ഞില്ലേ നാം ശരിക്കും മാവേലിയാണെന്ന്. അയ്യടാ, ഒരു മാവേലി. ചുമ്മാ ആരെ പറ്റിച്ച് ജീവിക്കാതെ പണിയെടുത്ത് ജീവിക്കടാ കൊടവേറ. അത് തന്നെയല്ലേ നാട്ടുകാർ നമ്മളോട് പറഞ്ഞത്. തല ഇരിക്കുമ്പോ വാല് കിടന്ന് ഇങ്ങനെ ആടണ്ട. കൊണ്ട് പുറത്താക്കടി, കൊണ്ടാക്കടി. എന്റെ കിരീടം. ഇവരെ പിടിച്ച് ഇങ്ങോട്ട് കെടാ.